നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ വീഡിയോ വന്നിരിക്കുകയാണ്, വിച്ച് ഇസ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ. ഓക്കെ, സോ വെയ്റ്റ് ലോസ് ജേർണീൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ എത്ര ദിവസമായി ഇത് എക്സാക്ട്ലി ഫിറ്റ് ട്രീറ്റ് കപ്പിളിൻ്റെ റുട്ടീൻ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് 1 മാസം കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 40 days കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇത്ര നാൾക്കുള്ളിൽ എൻ്റെ വെയ്റ്റ് ലോസ് എത്രയായി എന്ന് ചോദിക്കുന്നവരോട് ലെറ്റ് മീ സ്ക്രീം ഇറ്റ് ഔട്ട് ആൻഡ് സേ 5 kgs down. സോ അത് അത്ര ഡിഫിക്കൾട്ട് അല്ലാത്തൊരു ജേർണി ആയിരുന്നു. നമുക്കൊക്കെ വളരെ പെട്ടെന്ന് വേണമെങ്കിൽ ഈ വെയിറ്റ് 4-5 കിലോ ഒക്കെ കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ ഒരുപാട് പേരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ പോരെ, പെട്ടെന്ന് കുറയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കുറയുന്ന വെയിറ്റ് ഉണ്ടല്ലോ, അത് കൂട്ടാൻ വരും 2 ദിവസം മതി. സോ അത് ഒരുപാട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അൺലെസ് ആൻഡ് അൺടിൽ യു ഗോൺ ടു സ്റ്റാർവ്. അതൊരിക്കലും റെക്കമെൻഡഡ് അല്ല. ബോഡിക്കും മനസ്സിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഹെയർ, സ്കിന്ന്, ബോഡി ഓർഗൻസ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റുട്ടീനാണ് അങ്ങനത്തെ ക്രാഷ് ഡയറ്റും ഈ പട്ടിണി എടുക്കുന്ന നമ്മൾ ചെയ്യുന്നത്. അപ്പം വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, വളരെ ഇൻസ്പിറേഷണലായിട്ട് എങ്ങനെ ഈ ജേർണി കൊണ്ടുപോകാൻ പറ്റും എന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്ന് രാവിലെ എണീറ്റ ഉടനെ ഞാൻ എൻ്റെ വേക്കപ്പ് ഡ്രിങ്കാണ് കഴിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് റേസിൻ സോക്ഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ തലേ ദിവസം രാത്രി ഏകദേശം ഒരു 10 റേസിൻസോളം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഓരോ റേസിനും കഴിച്ചിട്ട് വി ക്യാൻ ഡ്രിങ്ക് ദ റിമൈനിങ് വാട്ടർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളിലേക്ക് കിടക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയായിരുന്നു ഞാൻ കഴിക്കുന്നതും ഞാൻ വളരെ തുറന്ന പുസ്തകമായിട്ട് നിങ്ങളോട് എല്ലാം ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിക്കണം എന്ന് തോന്നുന്നവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ ദോശയും ഇഡ്ഡലിയും ഒന്നും അധികം കഴിക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ ഞാനൊരു വലിയ അബദ്ധം ചെയ്യുമായിരുന്നു. എന്താ അറിയോ, ഒരു ബക്കറ്റ് നിറച്ചും പാൽ ചായ കുടിക്കുമായിരുന്നു വിത്ത് എ ലോട്ട് ഓഫ് ഷുഗർ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാൽ ചായ വിത്ത് എ ലോട്ട് ഓഫ് ഷുഗർ ഞാൻ കുടിക്കുമായിരുന്നു. അപ്പം അത് ഞാൻ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് കുടിക്കുന്നില്ല. ആൻഡ് അതിന് പകരം എന്താ കുടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് പ്ലെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഓറഞ്ച് ജ്യൂസോ ഏതെങ്കിലും ഫ്രൂട്ടൊക്കെ 1-1.5 hour കഴിഞ്ഞ് കഴിക്കും. അങ്ങനെ അധികം സമയം കളയാണ്ട് ഞാൻ എൻ്റെ ജിമ്മിലോട്ട് പോകാൻ പോവാണ്. അപ്പം എന്താണ് എൻ്റെ ഈ പുതിയ ലൈഫ് സ്റ്റൈലിൻ്റെ മോട്ടിവേഷൻ? ഇറ്റ്സ് നൺ അദർ ദാൻ ഫിറ്റ് ട്രീറ്റ് കപ്പിൾ. ഓക്കെ, ഹഫ്സ ആൻഡ് ഷാഹിദ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ ഫിറ്റ്നസ് ട്രെയിനേഴ്സാണ്. ഇപ്പോൾ 2 പേരും ന്യൂട്രീഷനിസ്റ്റാണ്, ഹഫ്സയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ ദ വൺസ് ഹു ബ്രോട്ട് മീ ഇൻ ടു ദിസ് ന്യൂ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അപ്പം ഫിറ്റ്നസ് എങ്ങനെ നമ്മൾക്ക് അധികം സ്ട്രെസ്ഫുൾ അല്ലാണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രഷർ എടുത്ത് ഒരുപാട് വർക്കൗട്ട് ചെയ്ത് നമുക്ക് സമയമില്ല, ഇതിന് മാത്രം സമയം എങ്ങനെ കണ്ടെത്തും എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഒരു നല്ല ഒരു പ്ലാൻ അവർ നമുക്ക് ഉണ്ടാക്കി തരും. അത് സ്പെഷ്യലി മീൽ പ്ലാൻസ് ഒക്കെയാണ് ഇതിൻ്റെ മേജർ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്. സോ ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ഞാൻ അവോയ്ഡ് ചെയ്തത് റൈസ് ഐറ്റംസും അതേപോലെ തന്നെ ഷുഗർ ഐറ്റംസുമാണ്. കഴിഞ്ഞൊരു 30 to 35 days സ്ട്രിക്ട്ലി ഞാൻ അവോയ്ഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കാൻ തോന്നുമ്പോൾ ഒക്കെ എടുക്കാം. പക്ഷെ ഓൺലി തിങ് ഈസ് ഞാൻ എടുത്താൽ മാത്രം പോരാ, അത് ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ന്യൂട്രീഷനിസ്റ്റായ സജ, പേഴ്സണൽ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ പ്ലാനിൽ എല്ലാവർക്കും അത് തരും. അപ്പം അത് നമ്മൾ എന്താ കഴിക്കുന്നത്, നമ്മൾ എത്ര കഴിച്ചു, നമ്മൾ ഇന്ന് എന്താണ് കഴിക്കാൻ പോകുന്നത്, ഉച്ചയ്ക്ക്, രാവിലെ, രാത്രി എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ചോക്ലേറ്റ് കഴിച്ചാൽ പോലും സജനോട് പറഞ്ഞു കഴിഞ്ഞാൽ സജ എനിക്ക് അത് നന്നായിട്ട് എനിക്കത് നെക്സ്റ്റ് മീൽ പ്ലാൻ ചെയ്ത് തരും. അല്ലെങ്കിൽ സജ പറയും ഓക്കെ മാം അടുത്ത സ്റ്റെപ്സ് കുറച്ച് അധികം എടുത്താൽ മതി, നെക്സ്റ്റ് ഡേ അധികം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചൊരു ചീറ്റ് മീലൊക്കെ എടുത്ത സമയത്തൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹഫ്സേൻ്റെ അടുത്തും ഷാഹിദിൻ്റെ അടുത്തും ചോദിക്കാറുണ്ട് എനിക്ക് സജേനെ ഒത്തിരി ഇഷ്ടമായി, ഞാനൊന്ന് ദത്തെടുത്തോട്ടെ എന്ന്. കാരണം അത്ര സ്വീറ്റാണ് സജ. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് യുവർ ഫിറ്റ്നസ് പ്രോഗ്രാം. ആസ് യു കെൻ സീ ഞാനൊരു ലിവിങ് പ്രൂഫാണ്. ഇനിയും കുറച്ചും കൂടി KGs ഇൻഷാല്ലാ ഞാൻ കുറയ്ക്കും. പക്ഷേ മീൻ വൈൽ എൻ്റെ റൂട്ടീൻ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കവർ ചെയ്ത് കാണിച്ചു തരാമെന്ന് വെച്ചു. എൻ്റെ ഇനിഷ്യൽ വെയ്റ്റും എൻ്റെ ഇപ്പോഴത്തെ വെയ്റ്റും കൂടെ ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒപ്പം
രാവിലെ ഉച്ചയ്ക്ക് രാത്രി കഴിക്കുന്നതൊക്കെ മാക്സിമം ഞാൻ ഇന്ന് കവർ ചെയ്യാൻ നോക്കാം. ഒപ്പം വർക്കൗട്ട്സ്, എങ്ങനത്തെ വർക്കൗട്ട്സ് ആണ് അവർ തരുന്നതെന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ വെൽക്കം ടു വെയ്റ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ ജേർണി വീഡിയോ വിത്ത് ദി അമേസിംഗ് ഫിറ്റ് ട്രീറ്റ് കപ്പിൾ. അപ്പോൾ ഇന്ന് എനിക്ക് സജ അയച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ജിഫ് ഇമേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ വർക്കൗട്ട് ഇമേജസ് ആണ്. ജസ്റ്റ് ഈ ബൂമറാങ് പോലെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണില്ലേ ചില ജിഫ് ഇമേജസ്, അതേപോലത്തെ കുറേ ജിഫ് ഇമേജസ് ആണ്. അതൊക്കെ മിനിമം 15 കൗണ്ട്സ് ഇൻറ്റു 3 ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ഫിറ്റ് ട്രീറ്റിൻ്റെ എക്സസൈസസ്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഞാൻ മെസ്സേജസ് നോക്കുന്നത്. നോക്കരുത്, രാവിലെ സജ അയച്ചത് കേട്ടോ. ഇങ്ങനെയാണ്. എനിക്കും സജയ്ക്കും ഒരു ഗ്രൂപ്പുണ്ട്. സോ ഫിറ്റ് ട്രീറ്റിൻ്റെ ഓൺലൈൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി ഫിറ്റ് ട്രീറ്റ് കപ്പിൾ. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് എന്താ കഴിച്ചതെന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യണം, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. എൻ്റെ ചില മീൽസിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടോളൂ. ഇതാ സാലഡ്, പിന്നെ അതേപോലെ ഇതൊരു ഡ്രൈ ടിക്കാൻ്റെ റെസിപ്പി, പിന്നെ ഇത് അങ്ങനെ ഞാൻ കഴിക്കുന്നതൊക്കെ. ഇപ്പം സജ എനിക്ക് അയച്ചിരിക്കുന്ന ജിഫ് ഇമേജസ് ഇതൊക്കെയാണ്. കണ്ടോ, ഇപ്പോൾ വാളിൽ ചേർന്നൊന്ന് ഇങ്ങനെ ചെയ്യണം. ഇങ്ങനത്തെ ജസ്റ്റ് കൈകൾക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ഇതെന്താ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഞാൻ സജയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഡെയിലി. ഇത്ര എടുത്തു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളെ അവർ ട്രസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അയച്ചു കൊടുക്കണം. പക്ഷേ ഇല്ലേ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കേണ്ടത് കൊണ്ടും ആദ്യമൊക്കെ നമുക്കൊരു പ്രഷർ പോലെ ഫീൽ ചെയ്യും. അയ്യോ ഇത്രയും ചെയ്യണല്ലോ, ആയില്ലല്ലോ. പിന്നെ അങ്ങോട്ട് അവർ 4000 സ്റ്റെപ്സ് വെച്ചാൽ നമ്മൾ ഒരു 6000 സ്റ്റെപ്പ് അങ്ങ് ചെയ്ത് കൊടുക്കും. കാരണം അത് ഭയങ്കര മോട്ടിവേറ്റഡ് ആവും നമ്മൾ, വിച്ച് ഇസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഹോൾ വെയ്റ്റ് ലോസ് ജേർണി. ട്രസ്റ്റ് മീ, ഇറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട്. പിന്നെയുള്ള വേറെ കാര്യം, ഇപ്പോൾ എല്ലാ വീക്ക്ലി മോണിറ്ററിങ് ഉണ്ടാവും ഓരോ സെഷൻ കഴിയുമ്പോഴും. അപ്പോൾ അതിനകത്തുനിന്ന് ഇപ്പോൾ എൻ്റെ വെയിറ്റ് ഞാൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കണം. ഇത് വെയിങ് സ്കെയിലിൻ്റെ മേലെ കയറിയിട്ട് അയച്ചു കൊടുക്കണം. ലാസ്റ്റ് വീക്ക് 79.3. നൗ ഇറ്റ്സ് ടൈം ടു റിവീൽ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന വെയിറ്റ് എന്താണ്. അതായത് വീഡിയോ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ജേർണി തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ 84.2 kgs ആയിരുന്നു. ഓക്കെ, സോ 84 kgs നിന്ന് 79.0 ആണ് ഞാനിന്ന്, വിച്ച് ഇസ് 5 kgs ഡൗൺ. എൻ്റെ ആഗ്രഹത്തിൽ എനിക്ക് ഇനിയും ഒരു 8 kgs ഓളം ഇൻ ടോട്ടൽ പോകണം എന്നാണ്. ഓക്കെ, സോ another 3 more kgs പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് സ്റ്റബൺ ആവാൻ പോകണം നമ്മൾ വീട്ടിൽ. കാരണം ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഹാർഡ് കോർ എക്സസൈസ് ചെയ്യേണ്ട സമയം വരുന്നത്, നമുക്ക് ഇത്രയും കൂടെ വെയിറ്റ് കുറയ്ക്കാൻ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഇങ്ങനെയാണെങ്കിൽ പണ്ട് എപ്പോഴായിരുന്നു. ആക്ച്വലി എനിക്ക് ബോൺ വെയിറ്റ് ആണ് ഫ്രം ദ ബിഗിനിങ്. സോ എൻ്റെ ഏറ്റവും മെലിഞ്ഞ ഒരു സമയം എന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിനൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. അപ്പം എൻ്റെ വെയിറ്റ് എത്രയാണെന്നറിയാം, 73 kgs ആയിരുന്നു. ഓക്കെ, അപ്പോൾ 73 kgsൽ നിന്ന് ഞാൻ സ്ട്രെയിറ്റ് അപ്പ് 84 kgs 85 kgs ഒക്കെ ആയിരുന്നു ഡെലിവറി ടൈമിൽ പ്രത്യേകിച്ചും. പിന്നെ അത് കുറയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ വീണ്ടും അത് കൂടി. കോവിഡ് വന്ന സമയത്ത് ഒരുപാട് കഴിപ്പായിരുന്നു നോൺ സ്റ്റോപ്പ് ആയിട്ട്. ദാറ്റ്സ് വെൻ ഫിറ്റ് ട്രീറ്റ് കപ്പിൾ കെയിം ടു ദ റെസ്ക്യൂ. ഓക്കെ, സോ നിങ്ങൾക്ക് കുറേ പേർക്ക് ചിലപ്പം തോന്നുന്നുണ്ടാവും വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ യാമി എന്ത് ചെയ്യും. കുറേ അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും സമയം കിട്ടുന്നില്ല കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ആക്ച്വലി ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് യാമീനെ ഒരു 1 hour എൻ്റെ ആ ഒരു ടൈമിൽ വിഷ്ണുവേട്ടൻ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കും. ഏകദേശം ഒരു 1.5 hour ഒക്കെ ഈസിലി എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി മേ ബി ഒരു സ്നാക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് അവൾ ബിസി ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഫിനിഷ് ചെയ്യുക. അപ്പോൾ സപ്പോസ് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അവൾ പോകാൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമ്മമാരല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ അതിങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ വീട്ടിനകത്തു നിന്ന് തന്നെ ചെയ്യും. ഇപ്പോൾ സ്റ്റെപ്സ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും സുംബ വീഡിയോസോ എറോബിക്സിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ട് ഞാൻ കുറച്ച് എക്സേർട്ട് ചെയ്യും. അതൊരു 20 minutesോളം. അത് കഴിഞ്ഞ് സ്ട്രെച്ചസ് ചെയ്യുമ്പം ആക്ച്വലി അവൾ എൻ്റെ കൂടെ ചെയ്യും. ഓക്കെ, സോ I would always suggest you to keep your children in your routine, like, you know, let them join you. എന്തെങ്കിലുമൊക്കെ ഫൺ അവർ അതിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കും. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് തക്കിട്ട് വന്നാൽ ഞാൻ പിന്നെ ഇങ്ങനെയാണ് എക്സസൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡംബൽസിൻ്റെ ഒരു എഫക്റ്റും കിട്ടും. തക്കിട്ട് കുറച്ച് അഡ്വെഞ്ചറസ് ആവും.
4ാമത്തെ ദിവസമാണ് ഫിറ്റ്നസ് റൂട്ടീൻ തുടങ്ങിയതിൻ്റെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും എൻ്റെ ബോഡി ക്ലോസർ ലുക്കിൽ ചെയ്താൽ എനിക്ക് മനസ്സിലാവും ആ ഡിഫറൻസ്. നല്ലപോലെ എനിക്ക് സൈഡ് ഹിപ്സും അതേപോലെ ടമിയൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. പിന്നെ ഡബിൾ ചിന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം. ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അവൾ എല്ലാ ദിവസവും എന്നെ റിമൈൻഡ് ചെയ്യും, വാ നമുക്ക് ചെയ്യാം, വാ നമുക്ക് എക്സസൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. വെക്കേഷന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയും അവിടെ പോയാൽ ഒന്നും നടക്കില്ല. സത്യം പറഞ്ഞാൽ ഒന്നും നടക്കാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ആ വിൽ പവറും നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൺട്രോളിൻ്റെ ഒരു ഇത് കിട്ടും. ഓക്കെ, ഹഫ്സയുടെ അടുത്തും ഷാഹിദിൻ്റെ അടുത്തും ഞാൻ പ്രോമിസ് ചെയ്തതാണ് ഞാൻ എന്തായാലും കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. അവർ പറഞ്ഞു സാറില്ല, ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ വിടാനൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയാണെന്ന് വെച്ചാൽ അത് വർക്കൗട്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അവർ എൻ്റെ അടുത്ത് എൻ്റെ ബോഡി ടൈപ്പ് അനുസരിച്ചുള്ള എക്സസൈസ് ആണ് പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ച് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ച് സ്ട്രെച്ചസ് ഒക്കെ. അത് ഐ തിങ്ക് ഇറ്റ് ഹെൽപ്സ് മീ, എസ്പെഷ്യലി എൻ്റെ ബോഡി. ബിക്കോസ് ഫിസിക്കലി ഞാനിപ്പോൾ എൻ്റെ ട്രെയിനേഴ്സിനെ കാണുന്നില്ലല്ലോ, ഞാൻ ഓൺലൈനല്ലേ കാണുന്നുള്ളൂ. അപ്പം എൻ്റെ ഈ സൈഡ് സീൻ, ഇവിടുത്തെ ഈ കുറച്ച് ഹിപ്പ് പോർഷനിലുള്ള ഫ്ലാബ്സ്, ഇതൊക്കെ പണ്ടേ എനിക്കൊരു ബിൽറ്റിൻ ഇതാണ്. പക്ഷെ അത് നമ്മൾക്ക് ഒതുക്കാനേ പറ്റുള്ളൂ. നമുക്ക് ഫുള്ളി അങ്ങ് ഇതാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് മെനക്കേടാണ്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ സൈഡ് സ്ട്രെച്ചസ് ദിവസം മുടങ്ങാതെ ചെയ്യുന്നത്. ഒരു എക്സസൈസും ചെയ്തില്ലെങ്കിൽ അത് ചെയ്യും. അപ്പോൾ ഇപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഞാൻ ജിമ്മിൽ പോവാണ്. കാരണം ഇന്ന് നമ്മൾ വെളിയിൽ പോകണം. കണ്ടോ, അപ്പോൾ നമ്മൾ പ്ലാൻസ് എല്ലാം ഡെയിലി മാറിക്കൊണ്ടിരിക്കും നമ്മൾ വെക്കേഷനിലാകുമ്പോൾ. അപ്പോൾ വെളിയിൽ പോകണം. അപ്പോൾ എന്ത് ചെയ്യും, നേരത്തെ തന്നെ ജിമ്മ് ഫിനിഷ് ചെയ്യാം. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഞാനൊരു പ്രീ വർക്കൗട്ട് മീലായിട്ട് ഒരു പഴം കഴിക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ പോയി ജിമ്മ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 1 hourന് ശേഷം ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കും. സോ അതാണ് ഇന്നത്തെ ഫസ്റ്റ് റുട്ടീൻ. ഓക്കെ, അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എൻ്റെ ഓട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇനി വീണ്ടും കാണിക്കണ്ടല്ലോ, 2-3 എപ്പിസോഡൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഓട്സും അത് കഴിഞ്ഞ് ഗ്രനോലൊക്കെ കഴിച്ചത്. അപ്പം ഇനി എൻ്റെ മിഡ് മീൽ ടൈമാണ്. മിഡ് മീൽ എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെ ഇടയിലുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് സാധാരണ രീതിയിലൊക്കെ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഐസ്ക്രീമോ ചോക്ലേറ്റോ വേറെ ചിപ്സോ മുറുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കഴിക്കാൻ. എന്നാൽ ആ ശീലം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് ആ മിഡ് മീൽ ടൈം ഒരു ഫ്രൂട്ട് കഴിക്കുക അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഓറഞ്ച് ജ്യൂസ് കുടിക്കാനാണ്. കാരണം യാമി ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്ന ഒരാളായതുകൊണ്ട്, ഓറഞ്ച് ജ്യൂസ് മാത്രം കഴിക്കുന്ന ഒരാളായതുകൊണ്ട് അവൾക്ക് ഉണ്ടാക്കുമ്പോൾ കൂടെ എനിക്കും ഉണ്ടാക്കും, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് കുട്ടികൾക്ക് എപ്പോഴും അമ്മമാർ കുട്ടികൾക്ക് എന്തെങ്കിലും കുറച്ച് ന്യൂട്രീഷൻ കയറിക്കോട്ടെ, വിറ്റമിൻ കയറിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ എപ്പോഴും നമ്മൾക്കും അത് ആവശ്യമുണ്ട് എന്ന് നമ്മൾ ഓർത്തിട്ട് വേണം ചെയ്യാൻ. സോ പണ്ടേ ഞാനിത് ചെയ്യാറുണ്ട്, മിഡ് മീലായിട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയെന്നേ ഉള്ളൂ. സോ എൻ്റെ ഫ്രഷ്ലി സ്ക്വീസ്ഡ് ഓറഞ്ച് ജ്യൂസിനുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈവനിങ് അറൗണ്ട് 5 PM ഗ്രീൻ ടീ എടുക്കും. ഗ്രീൻ ടീ കഴിഞ്ഞിട്ട് അറൗണ്ട് 7:30 മാക്സിമം 6:30 to 7:30 ഇടയിൽ ഞാൻ എൻ്റെ ഡിന്നറും കഴിക്കും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയി. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ രാവിലെ ഞാൻ ഇന്ന് ഫുൾ ഡേ ഔട്ടിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കുളമാവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഓൾട്ടർ ചെയ്യുമ്പം നമ്മളെ ഫുഡ് ക്വാണ്ടിറ്റിയും ഫുഡ് പോർഷനും ഒക്കെ അതുപോലെ ഓൾട്ടർ ചെയ്യണം. പക്ഷെ അതേപോലെ നമ്മൾ നമ്മളെ ന്യൂട്രീഷനെ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ കഴിക്കാൻ പോകുന്നത് കുറച്ച് ലെറ്റ്യൂസും ക്യാരറ്റ്സ് ഗ്രേറ്റഡും കുറച്ച് ക്യൂക്കമ്പറും കുറച്ച് കോണും പിന്നെ ഓലിവ്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡാണ്. ഞാൻ എക്സ്പോനാണ് പോയത്. അപ്പോൾ അവിടെയുള്ള ഫുഡിന്റെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾക്കിപ്പോൾ റെസ്ട്രിക്റ്റഡ് ആണ്, കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രഷ് ഫ്രൂട്ട് സാലഡ് ഉണ്ട്. പിന്നെ അവിടെ ഹോൾ വീറ്റ് ബ്രെഡിൽ സാൻഡ്വിച്ച് ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്കൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട് നമ്മളെല്ലാം മുടങ്ങിയെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന വേറൊരു കാര്യം ഉണ്ടാവും, ഞാൻ എങ്ങനെയാണ് ഈ സെഷൻ എടുത്തത്, ഇത്രയും ട്രാവൽ ചെയ്യുന്നുണ്ടോ, അപ്പോൾ എങ്ങനെയാണ് റെഗുലർ ആയിട്ട് എടുത്തത് എന്നുള്ളത്. വെൽ, ഫിറ്റ് റീറ്റ് കപ്പിളിന്റെ അവരുടെ സെഷൻ ഓൺലൈനാണ്. അപ്പം ഞാൻ ഓപ്റ്റ് ചെയ്തത് തന്നെ റെക്കോർഡഡ് സെഷന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ലൈവ് അല്ല. കാരണം നമുക്ക് എപ്പോഴും ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ആ ഓപ്ഷൻ വളരെ ഫ്ലെക്സിബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്, നിങ്ങളുടെ ടൈമിംഗ് ഒക്കെ സൂട്ട് ആവുന്നത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്യാം. ഞാൻ എടുത്തത് ഒരു 30 day പ്രോഗ്രാമാണ്. അപ്പം കണ്ടല്ലോ, 30 daysലുള്ള ഡിഫറൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, വിച്ച് ഇസ് 5 kgs ഡൗൺ. അപ്പം ഇനിയും അങ്ങോട്ട്
ഞാനത് യൂസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് തടിയുള്ള അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് ഗെയിൻ ഒക്കെ ഇപ്പോൾ വരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും. എനിക്കൊന്നും ഇത് പറ്റൂല, റെക്കോർഡഡ് സെഷനൊന്നും വീഡിയോ ഓൺ ചെയ്തിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റില്ല, പിന്നെ അത് മാത്രമല്ല എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല, എക്വിപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. എക്വിപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു വലിയൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് എടുത്ത് കളയാം. കാരണം എക്വിപ്മെന്റ്സ് ഉള്ള സംഭവമേ അല്ല ഇവരുടെ വർക്ക്ഔട്ട് സെഷൻസ്. കൂടി വന്ന ഡംബിൾസ് ഉണ്ടാവും, അതിപ്പോ നമുക്ക് വീട്ടിലില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, 2 ലിറ്ററിന്റെ കുപ്പിയുണ്ട്, വെള്ളത്തിന്റെ കുപ്പി, അതിൽ വെള്ളം നിറച്ചിട്ടാണ് ഞാൻ ഡംബിൾസ് പോലെ ചെയ്യുന്നത് 2 കിലോസിന്റെ പൊക്കണമെങ്കിൽ. സോ അങ്ങനെ വളരെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടാണ് വർക്ക്ഔട്ട് സെഷൻസ് പോകുന്നത്. സോ ജിമ്മിൽ പോയിട്ട് ഹെവി എക്വിപ്മെന്റ് വർക്ക്ഔട്ട് ഒന്നും ആവശ്യമില്ല. പക്ഷെ അവർ ചോദിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇത്രയും നാള് നിങ്ങൾ കഴിച്ച ഫുഡ് എന്താ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ റുട്ടീൻ, രാവിലെയും രാത്രിയൊക്കെ ചോറ് കഴിക്കോ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കോ, പിന്നെ അതേപോലെ സ്വീറ്റ്സ്, പിന്നെ അതുപോലെ സ്പൈസസ്, ഇതൊക്കെ നിങ്ങൾ എന്തൊക്കെയാ കഴിക്കുന്നത്, വെജിറ്റബിൾസ് എന്തൊക്കെയാ കഴിക്കണമെന്ന് ഉൾപ്പെടെ നമ്മളെല്ലാം പറയണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. വല്ല ഷോൾഡറോ നെക്ക് പെയിനോ, എനിക്കുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചിട്ടായിരുന്നു എൻ്റെ വർക്ക്ഔട്ട്സ്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ ജേർണി ഫുള്ളി എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഉച്ചയ്ക്ക് കഴിച്ചത് കാണിച്ചില്ലല്ലോ എന്ന് സത്യം പറയട്ടെ, വർക്കൗട്ടൊക്കെ കഴിച്ചിട്ട് ജ്യൂസ് കഴിഞ്ഞൊന്ന് കുടിച്ച് വന്നപ്പോഴത്തേക്കും വിശപ്പ് കാരണം അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 2 ചപ്പാത്തിയും ഗ്രിൽ ചിക്കനുമാണ് ഞാൻ കഴിച്ചത്. ഗ്രിൽ ചിക്കൻ ഇവിടെ നമ്മൾ അൽഫാമും അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുമല്ലോ, അതൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ വൈകുന്നേരം ഇതാണ് കഴിക്കുന്നത്. മേ ബി ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിച്ചിട്ട് ഞാനൊരു ചപ്പാത്തി എന്തെങ്കിലും ചിക്കനോ ഫിഷ് കറിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഓക്കെ, സോ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ഡേ ഫുഡ് റൂട്ടീനും ഞാൻ ചെയ്യുന്ന റൂട്ടീനും. ഇപ്പം പുറത്ത് പോവാണെങ്കിൽ കൂടി ഞാനത് വീഡിയോ എടുത്ത് കാണിക്കാന്ന് വെച്ചു. കാരണം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കും, ഓ അപ്പൊ പിന്നെ എല്ലാ ദിവസവും ചിലപ്പോൾ അവിടെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട്, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ വെച്ചു ശരി എന്നാ പിന്നെ അങ്ങനത്തെ ഒരു ദിവസം തന്നെ കാണിച്ചേക്കാന്ന്. ഓക്കെ, അപ്പൊ എനിവേ ഐ ബി ബാക്ക് വിത്ത് മോർ വ്ലോഗ്സ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. മീൻ വൈൽ ഫിറ്റ് ട്രീറ്റ് കപ്പിളിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാ ഹാൻഡിൽ ഫിറ്റ് ട്രീറ്റ് കപ്പിൾ ഇതാണ്. ഓക്കെ, അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് യു കെൻ ജോയിൻ ഇഫ് യു വാണ്ട് ടു ട്രാൻസ്ഫോം യുവർ സെൽഫ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ഫിറ്റ്നസ് ജേർണി. ഓക്കെ, ബൈ ബൈ.